ചെറുകുന്നതറയിൽ ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി റോഡരികിൽ കുഴിയെടുത്തത് യാത്രക്കാർക്ക് അപകട ഭീഷണിയാവുന്നു. ഒരാഴ്ചയിലധികമായി റോഡിങ്ങനെ കിടക്കുകയാണ്. പ്രവൃത്തി വൈകുന്നത് ജനങ്ങളെ പ്രയാസത്തിലുമാക്കിയിരിക്കുകയാണ്. കുഴിയിൽ വീണ് യാത്രക്കാർക്ക് പരിക്കേൽക്കുന്ന സംഭവവും പതിവാണ്. ചെറുകുന്ന അമ്പലം, സ്കൂളുകൾ, ആശുപത്രി തുടങ്ങിയിടങ്ങളിലേക്ക് നിരവധി ആളുകൾ ദിവസേന എത്തുന്ന ചെറുകുന്നതറയിൽ ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് റോഡരികിൽ കുഴിയെടുത്തത്. ഒരാഴ്ചയിലധികമായി ഈ വിധത്തിലാണ് റോഡുള്ളത്. യാത്രക്കാർക്ക് ഇതിലൂടെ പോകാൻ സാധിക്കാത്ത അവസ്ഥയാണ്. റോഡരികിലെ കുഴിയിൽ വീണ യാത്രക്കാർക്ക് പരിക്കേറ്റ സംഭവവും ഉണ്ടായിട്ടുണ്ടെന്ന് ജനങ്ങൾ പറയുന്നു. തെരുവുവിളക്കില്ലാത്തതിനാൽ തന്നെ രാത്രികാലങ്ങളിൽ കൂടുതൽ ആളുകൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നും ജനങ്ങൾ പറയുന്നുണ്ട്. പ്രവൃത്തി വൈകുന്നതോടെ സ്കൂൾ വിദ്യാർത്ഥികളും വയോധികരും ഉൾപ്പെടുന്ന നിരവധി യാത്രക്കാരാണ് ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. മുന്നറിയിപ്പ് ബോർഡുകളും മറ്റും സ്ഥാപിക്കാത്തതും വലിയ പ്രതിസന്ധിയാണെന്ന് യാത്രക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. അല്ല, ആളുകൾ ഇതിലെ കൂടി ആക്കിയിട്ട് വീടിനായിട്ട് ഇങ്ങനെ ഇതിൽ കാല് കെട്ടിയിട്ട് തെന്നിപ്പോയി വേഗം ശരിയാക്കണം. അങ്ങനെയല്ല പറയുന്നത്. പോകുന്ന ആൾക്കാരെല്ലാം ആക്കിയിട്ട് കാഴ്ചക്കുറവിന് ആക്കിയിട്ട് ശേഷം ആയിട്ട് തെന്നിപ്പോന്നു. താഴെ വീഴുന്നുണ്ടല്ലോ ആൾക്കാർ. കാല് തെറ്റിയിട്ട് താഴെ വീണാലും പിന്നെ ചിലപ്പോൾ കാല് ഒടിയും. ഇല്ലെങ്കിൽ താഴെ പോവും. ഇത് ജനങ്ങൾ എത്ര ആൾ നടന്നു പോകുന്ന സ്ഥലമായത്. വയസ്സായ ആൾക്കാരും എല്ലാം പോകുന്നില്ലേ കൂടെ. അവരെല്ലാം വീണാലും എന്താ ചെയ്യാൻ കഴിയുക? ഒന്നും ചെയ്യാൻ കഴിയില്ല. സൗന്ദര്യവൽക്കരണത്തിന്റെ പ്രവൃത്തിയുടെ വേഗം കൂട്ടണമെന്നാണ് പറയാനുള്ളത്. ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ്. കൂടുതൽ അപകടം സംഭവിക്കുന്നതിന് മുൻപ് താൽക്കാലികമായി ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നും പ്രവൃത്തി വേഗത്തിൽ പൂർത്തിയാക്കണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.